ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് സാംസങ്ങിൻ്റെ ഗാലക്സി X23 എന്ന മൊബൈലാണ്. ഇതിൽ നമുക്ക് ഇവിടെ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ പ്രസ് ചെയ്ത് നമുക്ക് S Pen എല്ലാം ഇവിടെ ലഭിക്കും. എന്താണ് ഈ S Penൻ്റെ ഗുണം എന്നെല്ലാം നമുക്ക് നോക്കാം. ഇത്തരത്തിൽ ഈ S Pen ഇവിടെ റിമൂവ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ ലഭിക്കുന്നുണ്ട്, റൈറ്റ് ഹിയർ എന്നെല്ലാം പറഞ്ഞ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് വേണമെങ്കിലും ഇതുപോലെ നമുക്ക് നോട്ടെല്ലാം എഴുതാനെല്ലാം പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, വളരെ ഈസിയായി നമുക്ക് ഇവിടെ ഇങ്ങനെയുള്ള കുറേ നോട്ട്സ് എല്ലാം എഴുതിയെടുക്കാം. ഇപ്പോൾ ഇമ്പോർട്ടൻ്റായി എന്തെങ്കിലും നമ്പർ എല്ലാം ലഭിക്കുകയാണെങ്കിൽ ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് ഇവിടെ ഇത്തരത്തിൽ നിങ്ങൾക്ക് നോട്ടായി സേവ് ചെയ്യാനെല്ലാം ഈ ഒരു ഫീച്ചർ കൊണ്ട് സാധിക്കും. അപ്പോൾ ഇത് എഴുതിയതിന് ശേഷം നമുക്ക് ഇവിടെ സേവ് എന്ന് കൊടുക്കുകയാണെങ്കിൽ ഇത് നോട്ട്സിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ഇവിടെ ഈ ഇറേസർ ടൂൾ എല്ലാം യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസിയായി ഇത്തരത്തിൽ നമ്മൾ റൈറ്റ് ചെയ്തതെല്ലാം ഇവിടെ നിന്നും റിമൂവ് ചെയ്യാനും സാധിക്കും. ഇനി നമുക്ക് ഈ S Pen യൂസ് ചെയ്ത് നമുക്ക് കുറച്ച് കാര്യങ്ങളെല്ലാം ചെയ്യാൻ സാധിക്കും. ഇത് എന്തെല്ലാം എന്ന് നോക്കാം. ഇതിനായി ഇവിടെ ഈ സെറ്റിംഗ്സ് എന്നതിൽ പോയി താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ അഡ്വാൻസ്ഡ് ഫീച്ചർ എന്നൊരു ഓപ്ഷൻ ലഭിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് S Pen എന്നൊരു ഓപ്ഷൻ വന്നിരിക്കുന്നത് കാണാം. ഇത്തരത്തിൽ ഈ S Pen എന്നതിൽ നമുക്ക് ടാപ്പ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് കാണാം ഇവിടെ കുറേ ഓപ്ഷൻസ് എല്ലാം നൽകിയിട്ടുണ്ട്. എയർ ആക്ഷൻസ്, അതുപോലെ ഇങ്ങനെയുള്ള കുറച്ച് ഓപ്ഷൻസ് എല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഇവിടെ വെൻ S Pen ഈസ് റിമൂവ്ഡ്, എന്ത് ആക്ഷനാണ് നമ്മൾ ഇതുപോലെ ഇവിടെ നിന്നും S Pen റിമൂവ് ചെയ്യുമ്പോൾ സെറ്റ് ചെയ്യേണ്ടത്, അതായത് എന്ത് ആക്ഷനിലേക്കാണ് പോകേണ്ടത് എന്നെല്ലാം ഇവിടെ സെറ്റ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഇവിടെ ഡു നത്തിങ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ടാപ്പ് ചെയ്ത് ഓപ്പൺ എയർ കമാൻഡ് അല്ലെങ്കിൽ ക്രിയേറ്റ് എ നോട്ട് ഇങ്ങനെയെല്ലാം കൊടുക്കുകയാണെങ്കിൽ ഫോൺ ഓൺ ആണെങ്കിലും ഇതുപോലെ നമ്മൾ ഈ ഒരു S Pen റിമൂവ് ചെയ്യുമ്പോൾ നേരെ നോട്ടിലേക്ക് പോകും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ നമുക്ക് ഇവിടെ എയർ ആക്ഷൻസ് എന്നതിൽ എന്തെല്ലാമാണ് വരുന്നത് എന്ന് നോക്കാം. ഇവിടെ ജസ്റ്റ് ടാപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ കുറച്ച് ആരോസ് അതുപോലെ ഐക്കൺസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ബാക്ക് ചെയ്യുന്നതിന് ഇതുപോലെയുള്ള ഈ ഒരു സിമ്പൽ എല്ലാമാണ് നമ്മൾ ഡ്രോ ചെയ്യേണ്ടത്. അതുപോലെ ഹോമിലേക്ക് പോകണമെങ്കിൽ ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിച്ചാൽ കാണാൻ സാധിക്കും ഇവിടെ നമ്മൾ പ്രസ് ആൻഡ് ഹോൾഡ് പെൻ ബട്ടൺ ക്യാമറ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് എന്ത് ഫീച്ചറാണ് എന്ന് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ഒരു S Penൻ്റെ ഇവിടെ ഒരു ബട്ടൺ വന്നിട്ടുണ്ട്. ഈ ഒരു ബട്ടണിൽ പ്രസ് ചെയ്യുകയാണെങ്കിൽ ക്യാമറ ആക്സസ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ഹോൾഡ് ചെയ്ത് പിടിക്കുമ്പോൾ നമുക്ക് ഇവിടെ നമ്മുടെ ഫോണിലെ ക്യാമറ ഓണായി വരണമെങ്കിൽ ഇവിടെ ജസ്റ്റ് ടാപ്പ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ മതി. അതിനുശേഷം നിങ്ങൾക്ക് ഈ ക്യാമറ ഇത് നിങ്ങൾക്ക് ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടിയെല്ലാം ഇവിടെ ജസ്റ്റ് പ്രസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഒരു ട്രൈപോഡിലെല്ലാം നിങ്ങളുടെ ഫോൺ വെച്ചതിന് ശേഷം ഈ ഒരു S Pen ഇത് റിമൂവ് ചെയ്ത് നിങ്ങൾക്ക് ഇരിക്കുന്ന ഭാഗത്ത് നിന്ന് തന്നെ ഫോട്ടോസ് എല്ലാം എടുക്കാൻ ഈ ഒരു S Pen മാത്രം മതി. കാരണം ഇതിൽ തന്നിരിക്കുന്ന ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് നമുക്ക് ഇത്തരത്തിൽ ഫോട്ടോസ് എല്ലാം എടുക്കാൻ സാധിക്കും. അപ്പോൾ വളരെ യൂസ്ഫുൾ ആയ ഒരു ഫീച്ചറാണിത്. ഇനി നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ക്യാമറയല്ല ഓണായി വരേണ്ടത് എങ്കിൽ ഇതിനായി നിങ്ങൾക്ക് ഇവിടെ ഈ പ്രസ് ആൻഡ് ഹോൾഡ് പെൻ ബട്ടൺ എന്നതിൽ ടാപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് എന്താണോ ഓപ്ഷൻ വേണ്ടത്, ഇൻ്റർനെറ്റ് ആണോ വരേണ്ടത് അല്ലെങ്കിൽ വോയിസ് റെക്കോർഡർ ഡയറക്റ്റായി ഓപ്പണായി വരണോ ഇവിടെ S Penൽ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ഇവിടെ ഏത് ആപ്ലിക്കേഷനാണോ നിങ്ങൾക്ക് കൺവീനിയൻ്റായി യൂസ് ചെയ്യേണ്ടത് അതെല്ലാം തന്നെ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് ഇപ്പോൾ ഞാൻ ഇവിടെ ഗാലറി എന്നാണ് കൊടുക്കുന്നതെങ്കിൽ ഇപ്പോൾ ഗാലറി എന്ന് സെലക്ട് ചെയ്തപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ പ്രസ് ആൻഡ് ഹോൾഡ് പെൻ ബട്ടൺ ഗാലറി എന്ന് വന്നിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിനായി ഞാൻ ഇപ്പോൾ ഇത് ബാക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ ലോങ് പ്രസ് ചെയ്താൽ നമുക്ക് ഗാലറിയാണ് ഇപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതിനാൽ തന്നെ ഗാലറി ഓണായി വരണം. അപ്പോൾ ഇത് വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ഈ ഗാലറി ഓപ്പണായി വന്നിട്ടുണ്ട്. ഇത്തരത്തിൽ നമുക്ക് ഇനി ഇതിൽ നിന്നും മറ്റ് ഓപ്ഷൻസ് എല്ലാം യൂസ് ചെയ്ത് ഇങ്ങനെ നമുക്ക് ഇതിൻ്റെ ഈ ഒരു ഡയറക്ഷൻസ് എല്ലാം ലഭിക്കും. അപ്പോൾ നെക്സ്റ്റിലേക്ക് പോകണമെങ്കിൽ അതുപോലെ മുകളിലേക്ക് പോകണമെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഇവിടെ ലഭിക്കും. അപ്പോൾ ഇത്തരത്തിൽ ഒട്ടനവധി ഫീച്ചേഴ്സ് നിങ്ങൾക്ക് ഈ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സിൽ പോയി S Pen എന്നതിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇതുപോലെ ഇവിടെ കുറേ ഓപ്ഷൻസ് എല്ലാം വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഈ ഒരു എയർ ആക്ഷൻ എന്നത് ഇത് ക്യാമറ തന്നെ സെറ്റ് ചെയ്യുകയാണ്. കാരണം ഇത്തരത്തിൽ എനിക്ക് ക്യാമറയെല്ലാം അധികമായി ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അതിനാൽ തന്നെ നമുക്ക് ട്രൈപോഡിലെല്ലാം ഈ ഒരു ഫോൺ വെച്ചതിന് ശേഷം ജസ്റ്റ് S Pen റിമൂവ് ചെയ്ത് നമുക്ക് ഇതിൽ ടാപ്പ് ചെയ്ത് ഫോട്ടോസ് എടുക്കാൻ അതുപോലെ വീഡിയോസ് എടുക്കാൻ ക്യാമറ നമുക്ക് സ്വിച്ച് ചെയ്യുന്നതിന് ഇങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസ് എല്ലാം ലഭിക്കും.
ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്